ന്യൂസ് 18നോട് മനാഫ് സംസാരിച്ചിരുന്നു. നമുക്കറിയാം ധർമ്മസ്ഥലയിൽ വലിയ വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. പക്ഷേ SITയുടെ നീക്കങ്ങൾ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അതിനെതിരെ ഡി ഗ്യാങ് രംഗത്ത് വരുന്നു. പിന്നാലെ SITയുടെ പ്രവർത്തനങ്ങൾ തന്നെ സ്തംഭിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ സംശയനിഴലിലാകുന്നു. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ പോലും സംശയനിഴലിലാക്കുന്നു. പരാതി ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പോലും വിശ്വാസ്യയോഗ്യമുള്ള ആളല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയാണ്. അപ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ കൂടി അവിടെ ശക്തമാകുമ്പോൾ ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് തെറ്റ് എന്ന ഒരു ആശങ്ക, അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് SIT മനാഫിൽ നിന്ന് മൊഴിയെടുത്തത്. കാര്യങ്ങളൊക്കെ വിശദമായി SITയെ ധരിപ്പിച്ചു എന്നതാണ് മനാഫ് പറയുന്നത്. ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊല നടന്നു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മനാഫ്. അതിൽ ഒരു സംശയവുമില്ല എന്ന് മനാഫ് പറയുന്നു. SITക്ക് താൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനാഫ് പറഞ്ഞത്. പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ SITക്ക് കൈമാറിയിട്ടുണ്ട്. താൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഇന്ന് മനാഫ് ന്യൂസ് 18നോട് പറഞ്ഞു. നമുക്കറിയാം ഈ ധർമ്മസ്ഥലയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട്, ഈ ദുരൂഹതകളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നടക്കുന്ന SITയുടെ പരിശോധനയിലൊക്കെ നിർണായകമായിരുന്നു മനാഫിന്റെ സാന്നിധ്യം. മനാഫ് ഇന്നലെ SITക്ക് തെളിവുകൾ കൈമാറി മൊഴി നൽകിയതിനു ശേഷം നടത്തുന്ന ആദ്യ പ്രതികരണമാണ് ന്യൂസ് 18നോട്. അത് കേൾക്കാം. ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് ആ തലയോട്ടി എവിടുന്ന് കിട്ടി, ആര് കൊണ്ടു തടുത്തു, ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട്. അതിനവർക്ക് തെളിവ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ കൃത്യമായി കൊടുത്തു. അത് അവർക്കൊരു വലിയൊരു കിട്ടലാണ്, ഒരു അന്വേഷണത്തിന് വലിയ വൈത്തിരിവാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം ചെയ്യലിൽ ശിരൂര് വരെ വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ശിരൂരിൽ അപകടം ഉണ്ടാക്കിയ ഞാനാണെന്ന് പോലും ആ തരത്തിൽ വരെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. സുജാത ഭട്ട് പറയുന്ന കാര്യങ്ങളിൽ അന്നേ എന്റെ ചാനലിൽ പോയി കണ്ടാൽ മനസ്സിലാവും. പല സമയത്തും പല രീതിയിലുള്ള സംസാരമാണ്. അത് അവരുടെ പ്രായവും അവരുടെ മാനസികാവസ്ഥയും മോശമാണ്, മനസ്സിലാക്കണം. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു പോരാട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു നീതി മേടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ. ഒപ്പം ഈ ഭട്ടിന്റെ മൊഴിമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അവരുടെ മാനസിക നില, സുജാത ഭട്ടിന്റെ മാനസിക നില മനസ്സിലാക്കണം. ഇപ്പോഴത്തെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അതിനെ ആ നിലയിൽ മാത്രമേ അവരുടെ ഇപ്പോഴത്തെ മൊഴിമാറ്റം എന്ന് പറയുന്ന നിലപാടുകളെ കാണാകൂ എന്നുകൂടി ആണ് മനാഫ് പറയുന്നത്. എന്തായാലും മനാഫ് ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. നിയമ പോരാട്ടം നടത്തും എന്നത് സൂചിപ്പിക്കുകയാണ്. അതേസമയം തന്നെ SITയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ബംഗ്ലാഹുഡിയിലാണ് നമ്മൾ നേരത്തെ ബംഗ്ലഗുഡെ, അവിടെയാണ് നേരത്തെ നിർണായകമായി തെരച്ചിലിൽ ചില അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തത്. ആ ഭാഗം കേന്ദ്രീകരിച്ച് SIT വീണ്ടും പരിശോധനകൾ നടത്തുകയാണ്. അവിടെ നിന്ന് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ SITയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 5 അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. ബീറ്റൽ ഗൌഡയുമായി മഹസർ തയ്യാറാക്കാനായി സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവർ SIT സംഘം ഇത് കണ്ടെത്തുന്നത്. തലയോട്ടിയുടെ വലുപ്പം അനുസരിച്ച് അതൊരു കുട്ടിയുടേതാണ് എന്ന സംശയമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കൂടുതൽ പരിശോധന വേണം എന്ന സാഹചര്യം ഉരുത്തിരിയുകയാണ്. ബംഗ്ലഹുഡയിൽ SIT നടത്തിയ പരിശോധനയിലാണ് ഈ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ 5 അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് വീണ്ടും കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായിട്ടാണ് SIT ഈ സ്ഥലത്തെത്തിയത്. അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെത്തുമ്പോഴാണ് ഈ കൂടുതൽ വിവരങ്ങൾ, ഏതാണ്ട് 5 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ 5 അസ്ഥികൂടങ്ങൾ പിന്നെയും കണ്ടെത്തുന്നു അതേ സ്ഥലത്ത് നിന്ന് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവം അതിനുണ്ട്. വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ മന്ത്രവാദത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കൂടി അതിനോടൊപ്പം കിട്ടുമ്പോൾ വീണ്ടും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉയരുകയാണ്. ബംഗ്ലഗുഡെ എന്ന് പറയുന്ന
ഈ സ്ഥലം പ്രത്യേകിച്ചും അവിടെ നിന്ന് ഏതാണ്ട് 10ഓളം മൃതദേഹ അവശിഷ്ടങ്ങൾ ഇതിനോടകം കിട്ടിയെന്ന് പറയുമ്പോൾ ആ സ്ഥലം വളരെ ദുരൂഹതകൾ ഒളിപ്പിക്കുന്ന സ്ഥലം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം SITയെ സംബന്ധിച്ച് ഇപ്പോഴില്ല എന്നുകൂടി മനസ്സിലാക്കണം. കാരണം നേരത്തെ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്. ഇത് ചിന്നയ്യ പറഞ്ഞ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പ്രദേശത്ത് നടത്തുന്ന പരിശോധനയോ അതിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങളോ അല്ല, മറ്റ് ഒരു പ്രദേശത്ത് നടന്ന തെരച്ചിലാണ്. അവിടെയാണ് ഇപ്പോൾ നിരന്തരമായി ഇങ്ങനെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ ചിന്നയ്യ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അവശിഷ്ടങ്ങൾ ഇല്ല എന്നും ചോദ്യം ഉയരുമ്പോൾ അത് ഭൂമിശാസ്ത്രപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ പുഴയുടെ ഒഴുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്, അപ്പോൾ മറവ് ചെയ്തിട്ടുള്ള മൃതദേഹങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ട് കൃത്യമായി വനപ്രദേശമാണ്, കൃത്യമായി സ്ഥലം കണ്ടെത്താൻ ചിന്നയ്യയ്ക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നത് എന്ന ചില വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അത് ബലപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ബംഗ്ലേഗുഡയിൽ നിന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. അവിടം സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ ഉയരുന്നു. അതിൽ കുട്ടിയുടെ മൃതദേഹം ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. മാത്രവുമല്ല മന്ത്രവാദത്തിൻ്റെതെന്ന് കരുതുന്ന തരത്തിലുള്ള ചില ശേഷിപ്പുകളും അവശിഷ്ടങ്ങളും കൂടി അവിടെ നിന്ന് ലഭിക്കുമ്പോൾ എന്തായാലും ധർമ്മസ്ഥല ഇപ്പോഴും ദുരൂഹതയുടെ ഇടമായി തന്നെ നിൽക്കുകയാണ്. അവിടെ കൂടുതൽ പരിശോധനകൾ വേണം എന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണ്. SITക്ക് ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാവുകയാണ്. എന്തായാലും SIT ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകളിൽ നിന്നും കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധനകൾ നടക്കുമ്പോൾ തന്നെയാണ് അവരെ സംശയനിഴലിൽ നിർത്തുകയും അവരുടെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുമ്പോൾ തന്നെയാണ് ഒരു ഭാഗത്ത് ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന ധർമ്മസ്ഥലയിൽ ദുരൂഹതകളുണ്ട് എന്നത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പുതിയ തെളിവുകൾ SITക്ക് ലഭിക്കുന്നത്.